മുഖ്യമന്ത്രിയും ഗവർണറും ധാരണയിലെത്തിയതോടെ എല്ലാ സർവകലാശാലകളിലും സ്ഥിരം VC നിയമനത്തിന് സർക്കാർ. ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകും. സർക്കാരുമായി യോജിച്ചു പോകാൻ താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് മറ്റു സർവകലാശാലകളിലും സ്ഥിരം VC നിയമനത്തിന് വഴി തുറക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലാകും ആദ്യ നിയമനം നടക്കുക. കഴിഞ്ഞ 3 തവണയും കാലിക്കറ്റ് സർവകലാശാല നിർദ്ദേശിച്ചിരുന്ന സെർച്ച് കമ്മിറ്റി പ്രതിനിധി രാജിവെക്കുകയായിരുന്നു. സർക്കാർ നിർദ്ദേശം അംഗീകരിച്ച് പുതിയ സെനറ്റ് പ്രതിനിധിയെ സർവകലാശാല നൽകും. പിന്നാലെ കേരള, കണ്ണൂർ സർവകലാശാലകളിലും VC നിയമന നടപടികൾ ആരംഭിക്കും. സർക്കാരിനും ഗവർണർക്കും താൽപര്യമുള്ളവരുടെ പേരുകൾ പരസ്പര ധാരണയിലെത്തിയാൽ വിവിധ സർവകലാശാലകളിൽ VCമാരായി നിയമിക്കും. സാങ്കേതിക സർവകലാശാലയിൽ സഹകരിച്ച് മുന്നോട്ടു പോകാൻ സിസ തോമസ്, ആർ ബിന്ദു കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തി. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC മോഹനൻ കുന്നുമലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണും. മുൻ രജിസ്ട്രാറെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു നീക്കത്തിനുള്ള സാധ്യതയുണ്ടോ കേരള സർവകലാശാലയിലെ? പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ? മിനിസ്റ്ററെ കാണുമോ? മന്ത്രി ബിന്ദുവിനെ കാണുമോ? മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. സർക്കാർ ഗവർണർ ധാരണയെ ന്യായീകരിച്ച് LDF കൺവീനറും രംഗത്തെത്തി. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി, ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയ KS അനിൽകുമാർ ശാസ്താംകോട്ട DB കോളേജിൽ പ്രിൻസിപ്പലായി ജോലിയിൽ പ്രവേശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.